നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. മെയ് 7 ബുധനാഴ്ച. രാജ്യത്തെമ്പാടും അതീവ ജാഗ്രതയിൽ. ആകാശത്തുകൂടെ തലങ്ങും വിലങ്ങും വ്യോമസേനാ വിമാനങ്ങൾ ചീറിപ്പാഞ്ഞേക്കാം. മിനിറ്റുകൾ ഇടവിട്ട് ബോംബ് മുന്നറിയിപ്പ് സൈറങ്ങൾ മുഴങ്ങിയേക്കാം. തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഒഴിപ്പിച്ചേക്കാം. ഭയക്കേണ്ടതില്ല. രാജ്യത്തിൻ്റെ സൈനിക നടപടി ഉണ്ടായാൽ പ്രത്യേക മുന്നറിയിപ്പൊന്നും കൂടാതെ ജനങ്ങൾ എന്തു ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെ സുരക്ഷിതരാക്കാമെന്ന് കാട്ടുന്ന മോക്ക് ഡ്രില്ലാണത്. ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരിശീലനം നൽകേണ്ടത് ആവശ്യമാണെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. വ്യോമാക്രമണ മുന്നറിയിപ്പിനായി സൈറനുകൾ സ്ഥാപിക്കുവാനും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണങ്ങളിൽ നിന്നും രാജ്യത്തിലെ പ്രധാന കെട്ടിടങ്ങളും പ്ലാന്റുകളും സംരക്ഷിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ എടുക്കുവാനും സംസ്ഥാനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അണിയറ നീക്കങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണ തിരക്കിലാണ്. അതായത് വിവരമുള്ളവർ തലയിൽ കൈവച്ച് പാക്കിനോട് പറയുന്നുണ്ട് ഇന്ത്യയെ തൊടണ്ട എന്ന്. പക്ഷേ ബുദ്ധിയും ബോധവും ഇല്ലാത്തവർക്ക് വല്ലതും മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ തിരിച്ചടി കിട്ടിയല്ലേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ കടക്കണിയിലാണ് പാകിസ്ഥാൻ. അതിൻ്റെ കൂട്ടത്തെ മുന്നറിയിപ്പ് അവഗണിച്ച് മിസൈൽ പരീക്ഷിച്ച ഇവരെ എന്തു പറയാനാ? സകല മുന്നറിയിപ്പുകളെയും അവഗണിച്ചാണ് ശനിയാഴ്ച പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയത്. മിസൈൽ പരീക്ഷണം വിജയകരമായിരുന്നു എന്ന് പാകിസ്ഥാൻ സൈന്യം അറിയിച്ചതോടെ അഭിനന്ദനവുമായി പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് എത്തി. പാകിസ്ഥാന്റെ പ്രതിരോധം ശക്തമായ കൈകളിലാണെന്നും ഈ വിജയകരമായ പരീക്ഷണം വ്യക്തമാക്കുന്നു എന്നായിരുന്നു അഭിനന്ദനം. എന്നാൽ അണയാൻ പോകുന്ന തീ ആളിക്കത്തും, അത് പ്രകൃതി നിയമമാണ്. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാം കൊണ്ട് പാകിസ്ഥാൻ തീർന്നു എന്ന് തന്നെ. ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടൽ പാകിസ്ഥാനെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുമെന്നും സാമ്പത്തിക കാര്യങ്ങളിൽ പാകിസ്ഥാനെ തകർക്കുമെന്നും സാമ്പത്തിക റേറ്റിംഗ് ഏജൻസിയായ മൂഡിസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പ് നൽകിയവരെ മണ്ടന്മാരെന്ന് വിശേഷിപ്പിച്ചാണ് പാക് മിസൈൽ പരീക്ഷിച്ചത്. പാകിസ്ഥാന്റെ വളർച്ചയും നിലവിലെ സാമ്പത്തിക അവസ്ഥയും രൂക്ഷമായി ബാധിക്കും. നിലവിൽ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ വലിയ ഒരു തകർച്ചയിൽ നിന്ന് മെല്ലെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. എന്നാൽ ഒരു പ്രശ്നമുണ്ടായാൽ അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുമുള്ള പാകിസ്ഥാന്റെ കടമെടുപ്പിനെയും മറ്റും അത് ബാധിച്ചേക്കും. അത് വലിയ പ്രതിസന്ധിയിലേക്കും നയിക്കും എന്നാണ് മൂഡിസ് മുന്നറിയിപ്പ് നൽകുന്നത്. ജൂലൈ 2023 അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും $3 ബില്യൺ ലോൺ ലഭിച്ചത്. ഇതിന് പിന്നാലെ വീണ്ടും പാകിസ്ഥാന് കടമെടുക്കേണ്ടി വന്നു. 2022 വെള്ളപ്പൊക്കം, ഇടയ്ക്കുണ്ടാകുന്ന രാഷ്ട്രീയ അസ്ഥിരതകൾ എന്നിവ വിലക്കയറ്റം രൂക്ഷമാക്കിയിരുന്നു. ഒരിടയ്ക്ക് വിദേശ നാണയ ശേഖരം അപകടകരമായ നിലയിലേക്കും താഴ്ന്നിരുന്നു. ഇവയിൽ നിന്നെല്ലാം മെല്ലെ കരകയറി വരികയാണ് രാജ്യം ഇപ്പോൾ. അതിനിടയിലാണ് സംഘർഷമുണ്ടായാൽ അത് സാമ്പത്തികമായി പാകിസ്ഥാനെ തകർക്കുമെന്നാണ് മൂഡിസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.